What's up guys, it's me Rohith Donald and welcome back to another video guys. അപ്പോൾ guys ഇന്ന് നമ്മുടെ ബാക്കിലുള്ള ഒരു 2006 ടൈപ്പ് 1 ഇന്നോവയെ നമ്മൾ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി വേറെ ലെവലാക്കി സാൻ മറീനോ ബ്ലൂ അടിച്ചിട്ടുള്ളൊരു ഡ്യുവൽ ടോൺ ഇന്നോവയാണ് നമ്മുടെ ഈ പുറക്കെ കിടക്കുന്ന. ഇത് എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ 02 ഗാരേജിൽ നിന്നാണ് ഗൈസ് ഈ ഒരു വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അന്നത്തെ നമ്മുടെ 2006 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, അതായത് നമ്മുടെ വി വേരിയൻ്റ് ആണ് ഈ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന. ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഇതേ കണക്ക് വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കിടിലം വർക്കും കാര്യങ്ങളൊക്കെ എന്ത് കസ്റ്റമൈസേഷനും ആയിക്കോട്ടെ നമുക്ക് എല്ലാം സെറ്റാക്കാൻ പറ്റും. സോ ലാഗ് അടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ടും കയറാം. ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ടൈപ്പ് 1 to ടൈപ്പ് 4 കൺവേർഷൻ കിറ്റ് ഇൻക്ലൂഡിങ് കുറച്ച് ആക്സസറീസും കാര്യങ്ങളെല്ലാം കൂടെ കയറ്റി വണ്ടി. ഇപ്പോൾ ലുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഇപ്പം നമ്മൾ ഇവിടെ നിർത്തിയപ്പോൾ തന്നെ 2-3 പിള്ളേരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു ഗൈസ്. കണ്ട കംപ്ലീറ്റ്ലി ഫുൾ ആക്സസറീസും കിറ്റും എല്ലാം കയറ്റി സെറ്റാക്കിയൊക്കെയാണ്. ഡ്യുവൽ ടോൺ വേരിയൻ്റ് ആണ്. അധികം ആരും ഇന്നോവയിൽ ട്രൈ ചെയ്യാത്തൊരു കളറാണ്. ലൈക്ക് സാൻ മറീനോ ബ്ലൂ ആണ് നമ്മൾ ഇതിനകത്ത് അടിച്ചേക്കുന്നത്. ഇപ്പം നിങ്ങളൊരു ടൈപ്പ് 1 ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺവേർഷൻ കിറ്റിനകത്ത് വരുന്ന സാധനങ്ങൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾ ഈ കാണുന്ന കംപ്ലീറ്റ് ആ ഒരു ബോണറ്റ് സെക്ഷൻ കണ്ട അതെല്ലാം നമ്മുടെ ഒരു കൺവേർഷൻ കിറ്റിനകത്ത് വരുന്നതാണ്. ബമ്പറിൽ തന്നെ ഒരു ഫോഗ് ലാമ്പിനകത്ത് ഈ ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. അതും എല്ലാം നമ്മുടെ ആ ഒരു കിറ്റിനകത്ത് വരുന്ന ഒരു എലമെൻറ്റ് തന്നെയാണ്. ഇതെല്ലാം അതിനകത്ത് വരുന്ന എലമെൻറ്റ് തന്നെയാണ്. കണ്ട ഈ ഒരു ഫ്രണ്ട് സ്പ്ലിറ്ററിന് മേളിലോട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷൻ വരെ ആ ഒരു കിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് ലിപ്പ് വരുന്നുണ്ട്. ഈ എൻ്റയർ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മുടെ ന്യൂ ഷേപ്പാണ്. ആക്ച്വലി ഇത് ക്രോം എലമെൻ്റ് ആയിട്ടാണ് വരുന്നത്, പക്ഷേ നമ്മളിത് ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് സൈഡ് ഫെൻഡറും കാര്യങ്ങളെല്ലാം ടൈപ്പ് 4 ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ തായ്വാനിൽ മാനുഫാക്ചർ ചെയ്തേക്കുന്ന ഹെഡ് ലാമ്പ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആക്ച്വലി ഇതിൻ്റെ തന്നെ ഒരു ചൈന വേരിയൻറ്റും വരും. അതാകുമ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കുറവായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം അറിയാലോ ഗൈസ്, നമ്മൾ ഇത്രയും കിഡിലോട്ടൊരു വണ്ടി പണിയുമ്പോൾ നമ്മൾ ഹെഡ് ലാമ്പിൽ നമ്മൾ എന്തിന് ഒരു ചൈനീസ് സാധനം വെച്ച് കോംപ്രമൈസ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ തായ്വാൻ ഇമ്പോർട്ടഡ് ഹെഡ് ലാമ്പ്സ് ആണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെൻഡർ മിററാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഫുൾ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് വെച്ചേക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഫെൻഡർ മിററിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ താണ്ട ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ താണ്ട ഒരു ബമ്പറിൻ്റെ താണ്ട ഈ ഒരു സൈഡ് വരെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ നമ്മൾ താണ്ട ഈ ഒരു കാണുന്ന ഫ്രണ്ട് ബമ്പർ സ്പ്ലിറ്റർ ഉണ്ടല്ലോ, എൻ്റയർ യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ ആക്സസറി കിറ്റ് ഏറ്റിയതാണ്. രണ്ട് ഒരു ഗ്ലോസ് ബ്ലാക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ആ ബ്ലൂ എന്തിനാ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഫുള്ളി ആ ഒരു സ്പ്ലിറ്റർ തന്നെ നല്ല രീതിയിൽ കിടിലുമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്ററിൻ്റെ ഇവിടെ കസ്റ്റമായിട്ട് ഈ ഒരു സെയിം സാൻ മറീനോ ബ്ലൂവിൽ തന്നെ ഫിനിഷ് ചെയ്തെടുത്തത്. അതേ ഒരു ബ്ലൂവിൽ തന്നെയാണ് നമ്മൾ അപ്പുറം നമ്മുടെ സ്പ്ലിറ്റർ സ്റ്റേയും സെറ്റ് ആക്കിയേക്കുന്നത്. ഓവറോൾ ആ ഒരു ഫ്രണ്ട് സൈഡ് ഇപ്പം നല്ല കിടിലൻ ലുക്കാണ് കണ്ട അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ലുക്കും അല്ലെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു സ്പ്ലിറ്ററിലും സെയിം സാൻ മറീനോ ബ്ലൂ തന്നെ ഫിനിഷ് ചെയ്ത. പിന്നെ അറിയാലോ ഇന്നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും എന്നും നമുക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കിടിലം വണ്ടിയാണ് നമ്മുടെ ഇന്നോവ. ഈ ഒരു മിററിനകത്ത് നമ്മൾ ഈ ചെയ്തേക്കുന്ന എക്സ്ട്രാ ആണ് ലൈക്ക് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ പാർക്ക് ലൈറ്റും വരുന്നൊരു സെറ്റിംഗ് ആണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അന്നത്തെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് താണ്ടി ഈ ഒരു വേരിയൻറ്റിനകത്ത് ഈ ക്രോം ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള പ്രൊഫൈൽ ഇങ്ങനെയാണ്. നമ്മുടെ അലോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 16 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ്. പിന്നെ പ്ലാറ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അലോയ് വീൽസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 8.5J ആണ്. ലൈക്ക് നമ്മൾ പുറത്തോട്ട് ചാടി കിടക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും വണ്ടിക്ക് അത്യാവശ്യം ലുക്ക് കൊടുക്കുന്ന രീതിക്കേണ്ട ചെറുതായിട്ടൊരു പ്രൊജക്ഷൻ ഉണ്ട്. അത് വണ്ടിക്ക് നല്ലൊരു ലുക്കാണ് കൊടുക്കുന്നത്. ഒരു ക്രോം റെഡ് നട്ടാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് താണ്ട ഈ ഒരു സ്കേർട്ടിങ് നമ്മുടെ ഈ ഒരു കിറ്റിനകത്ത് വരുന്നതാണ്. പിന്നെ താണ്ട നമ്മുടെ ഒരു ഡോർ ബീഡിങ് കണ്ട ഇതെല്ലാം നമ്മുടെ ഒരു കൺവേർഷൻ കിറ്റിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലായിട്ട് ഫുഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് ഒരു എക്സ്ട്രാ ആക്സസറി ആണ്. ബാക്ക് ബ്രേക്ക് ലൈറ്റ് കണ്ട ഇതെല്ലാം നമ്മുടെ കൺവേർഷൻ കിറ്റിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഒരു ഡിക്കി ഗാർണിഷ് ഉണ്ട്, ഇതെല്ലാം നമ്മുടെ ആ ഒരു കിറ്റിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബമ്പർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്കും വെക്കാൻ താല്പര്യമുള്ളൊരു സാധനമാണ് താണ്ട LED റിഫ്ലക്റ്റേഴ്സ് കണ്ട. ആക്ച്വലി LED റിഫ്ലക്റ്റേഴ്സ് കിടില, ഇത് ഏത് വണ്ടി വെച്ചാലും ഈ ഒരു സാധനം കിടില ലുക്കാണ് കേസ്. ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ തന്നെ നോക്കിയേ വേറെ ലെവലല്ലേ. തൊട്ടിപ്പുറം തന്നെ നമുക്ക് താണ്ട ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിൽ നമ്മുടെ ബമ്പർ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മളിതിനകത്ത് സെൻസേഴ്സും റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓവറോൾ വണ്ടിയുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിടില രീതിക്കാണ്. നിങ്ങൾക്ക് തന്നെ കാണാം നമ്മൾ ഡ്യുവൽ ടോൺ വേരിയൻറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇന്നോവയിൽ അധികം ഈ ഒരു കളർ നിങ്ങൾ കാണാൻ ഒട്ടും ചാൻസ് ഇല്ല, ബിക്കോസ് ദിസ് ഇസ് സാൻ മറീനോ ബ്ലൂ ഗൈസ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സാധാ ഒരു ബ്ലൂ ആയിട്ട് തെറ്റിദ്ധരിച്ചേക്കാം, പക്ഷേ ഇത് നോർമൽ ബ്ലൂ അല്ല. ഇത് നമ്മുടെ സാൻ മറീനോ ബ്ലൂ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബ്ലൂ കളറാണ്. ഈ ഒരു വണ്ടി നിങ്ങൾ നേരിട്ട് കാണണം. ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഗൈസ് ഈ ഒരു വണ്ടി റോഡിൽ കൂടെ ഓടി പോകുന്ന കാണാൻ വേണ്ടിയിട്ട്.
നമ്മുടെ റൂഫ് സെക്ഷൻ കണ്ട നമ്മൾ ഫുൾ ബ്ലാക്ക് ചെയ്തേക്കുക. ലൈക്ക് ഈ ഒരു പോർഷൻ വരെ ബ്ലൂവും അതിൻ്റെ മേലോട്ട് ബ്ലാക്കും, കംപ്ലീറ്റ്ലി ഒരു ഡ്യുവൽ ടോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ മോനെ, വേറെ ലെവൽ സാധനം. അപ്പോൾ ആസ് യൂഷ്വൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ രാഹുൽ ബ്രോ ആണ്. പുള്ളിയാണ് നമ്മുടെ 02 ഓണർ, പിന്നെ നമ്മുടെ കട്ടൊരു ചങ്കും കൂടെ ആണ്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് 4 ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ബ്രോ മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളൊരു സംഭവം തന്നെ നമ്മൾ പറയാം. എത്ര രൂപയ്ക്കാണ് നമ്മൾ ഈ കൺവേർട്ട് ചെയ്തേക്കുന്നത്? നമുക്കൊരു 2,70,000 രൂപയ്ക്കകത്തായി കാണും ഇതെല്ലാം കൂടി, അലോയ്സും ടയറും ഉൾപ്പെടെ. 2,70,000 അല്ലേ? ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പുറകെ പറയാം. അപ്പോൾ ഗൈസ് നമ്മുടെ എക്സ്ട്രാ ഫിറ്റിങ്സും അലോയ്സും കസ്റ്റം കിറ്റും പെയിൻറ്റിങ്ങും എല്ലാം കൂട്ടി ഒരു 2,70,000 രൂപയാണ് ഈ ഒരു വണ്ടിയെ ടൈപ്പ് 1 നിന്ന് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ടൈപ്പ് 4 ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അയക്കുന്നത്. ഇതാണ്ടിരിക്കുന്ന സ്പോയിലർ ഉണ്ട്. ഈ സ്പോയിലർ നമ്മുടെ ടൈപ്പ് 4 കൺവേർഷൻ കിറ്റിനകത്ത് വരുന്ന ഒരു സ്പോയിലറാണ്. ഇന്റീരിയറിലേക്ക് കയറുമ്പോഴത്തേക്ക് എൻ്റെ മോനെ കിടില ആംബിയൻ ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് ബാക്കി ഈ സംഭവങ്ങളെല്ലാം സ്റ്റോക്കാണ്. ഒരു ആംബിയൻ ലൈറ്റ് മാത്രമേ നമ്മൾ ഇന്റീരിയറിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് നമ്മുടെ കസ്റ്റമറിന് ആ ഒരു വണ്ടിക്ക് ആ ഒരു സ്റ്റോക്ക് ഫീലിംഗ് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ബിക്കോസ് അന്ന് 2006 ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഇന്നോവ തന്നെ കൊടുത്തിരുന്ന ഒരു കിടിലം ഫാബ്രിക് സീറ്റാണ് ഇത്. കണ്ട ആക്ച്വലി ഈ സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിയർക്കത്തൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഒരു ഫാബ്രിക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ആസ് ഓൾവേസ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓണാക്കുക. ഇതിലും ഒരുപാട് വീഡിയോസ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളുണ്ട്. സോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഈ വണ്ടി ഫുള്ളായിട്ട് പണിഞ്ഞിറക്കാൻ നമുക്കൊരു 2,70,000 രൂപ ഓൾമോസ്റ്റ് ആണ് ആയത്. പിന്നെ ഇതുപോലുള്ള എന്ത് വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മളെ താഴെ കൊടുത്തേക്ക് നമ്പറിലങ്ങ് വിളിച്ചാൽ മതി. ഇത് നമ്മുടെ 02 ഗാരേജ് ആണ് പള്ളിമുക്കിലുള്ള. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കിടിലോ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരാ. ബൈ ഗൈസ്.